കർത്താവ് സഹായിച്ച് ഇത് കാണുവാനും കേൾക്കുവാനും ഇടയാകുന്ന എല്ലാവരോടുമായി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച് ഗാഗുൽത്തായിൽ എത്തി നിൽക്കുന്ന ഏതാനും തിരുവചനത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഏതാനും ചിന്തകളൊന്ന് പങ്കുവെക്കുകയാണ് ഇന്ന് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദവും ഹവ്വായുമാകുന്ന കുടുംബമാണല്ലോ പിതാവായ ദൈവം ഏദൻ തോട്ടത്തിൽ സ്ഥാപിക്കുന്നത്. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ യാതൊരുവിധ അതിർവരമ്പുകളും വേർതിരിവുകളുമില്ലാതെ ദൈവ സാന്നിധ്യത്തിൽ മനുഷ്യൻ ജീവിച്ചു പോന്നു. അനുസരണക്കേട് വഴി, ആദ്യത്തെ കുടുംബത്തിൻ്റെ അനുസരണക്കേട് വഴി കൃപ നഷ്ടപ്പെടുത്തി കളയുന്നു. എന്നാൽ കാലം മുമ്പോട്ട് പോയപ്പോൾ കൃത്യമായ സമയത്ത് യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ കുടുംബത്തിൽ, യോസേപ്പ് പിതാവും മാതാവുമുള്ള കുടുംബത്തിൽ വന്ന് പിറന്നുകൊണ്ട് വീണ്ടും ആദവും ഹവ്വായുമാകുന്ന കുടുംബം ചെയ്ത അനുസരണക്കേടിനെതിരെ യോസേപ്പ് പിതാവും മാതാവും ഈശോയും അടങ്ങുന്ന കുടുംബം പിതാവിനോട് സഹകരിക്കുകയാണ്. അങ്ങനെ കുടുംബത്തിൽ വന്ന പാപം മറ്റൊരു കുടുംബത്തിലൂടെ ഇല്ലാതാക്കുന്നത്, പരിഹരിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ കുടുംബത്ത് വന്ന് പിറക്കുന്ന കർത്താവ് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് നിത്യവും കൂടെ കൊണ്ടു നടക്കുകയും അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ സ്ഥാപിക്കുകയും ചെയ്യുന്ന ചിത്രം, തിരുവചനം നമ്മുടെ മുമ്പിലേക്ക് വരച്ചു വെക്കുകയാണ്. അപ്പോൾ ആ ഏദൻ തോട്ടത്തിൽ കുടുംബം സ്ഥാപിക്കുന്നു, ഈശോ കുടുംബത്ത് വന്ന് പിറക്കുന്നു, കൂട്ടായ്മ സ്ഥാപിക്കുന്നു, കൂട്ടായ്മയിൽ കുർബാന സ്ഥാപിക്കുന്നു. ഏദൻ തോട്ടത്തിലെ കുടുംബം കുടുംബത്ത് വന്ന് പിറക്കുന്നു, വീണ്ടും ഒരു കൂട്ടായ്മയിൽ കുർബാന സ്ഥാപിക്കുന്നു. അപ്പോൾ തിരുവചനം എത്ര വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പം മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനായി പിറക്കുകയും മനുഷ്യൻ്റെ രക്ഷ മനുഷ്യൻ്റെ സഹകരണത്തിലൂടെയാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന എളിമയുടെ വഴികൾ. അപ്പോൾ കുർബാന സ്ഥാപിച്ചത് കൂട്ടായ്മയിലാണ്. ശക്തമായ പ്രബോധനം കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവരും മാറിപ്പോവുക. കുർബാനയെക്കുറിച്ചുള്ള, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിങ്ങൾക്ക് ജീവൻ നൽകുന്ന എൻ്റെ യഥാർത്ഥ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല എന്ന് പറയുകയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിത്യജീവൻ നൽകുന്നത് ഞാനാണ്, ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിക്കുകയില്ല, മരിച്ചാലും ഞാൻ അവനെ ഉയർപ്പിക്കും എന്ന് പഠിപ്പിക്കുകയും ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് കൽപ്പിക്കുകയും ചെയ്തു. മറ്റൊരു കൽപ്പന പറഞ്ഞ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പോൾ ക്രിസ്തു 2 കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. ഒന്ന്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി, നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന എൻ്റെ ശരീരവും എൻ്റെ രക്തവും, ഈ നിത്യജീവൻ നൽകുന്ന അപ്പം ഇത് ഭക്ഷിക്കുക, പാപമോചകമാണ്. അത് അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ അത് സ്ഥാപിക്കുന്നു, കുർബാന സ്ഥാപിക്കുന്നു. ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി പാനം ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച കൃത്യമായി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൗദാശികമായ അർപ്പണവും അതിൻ്റെ യഥാർത്ഥമുള്ള അർപ്പണവും നടക്കുകയും എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ കുടുംബം സ്ഥാപിക്കുന്നു, കുടുംബത്ത് പിറക്കുന്നു, കൂട്ടായ്മയിൽ കുർബാന സ്ഥാപിക്കുന്നു. കുർബാനയിൽ പങ്കെടുത്ത് അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവൻ്റെ പ്രമാണങ്ങൾ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പരസ്പരം സ്നേഹിച്ച് കൂട്ടായ്മയിൽ ജീവിക്കുന്നു. അപ്പോൾ കൂട്ടായ്മയിൽ സ്ഥാപിക്കപ്പെട്ട കുർബാനയിൽ പങ്കെടുത്ത് കുടുംബത്തിലേക്കും ഇടവകയിലേക്കും കൂട്ടായ്മയിലേക്കും പോകുവാൻ വിളിക്കപ്പെട്ട വിളിയാണ് നമ്മുടേത് എന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ വ്യക്തമായി വരച്ച് കാണിക്കുകയാണ്. അതായത് നമ്മളൊരു ആരാധനാ സമൂഹമാണ്, ഒരു യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റിയാണ്. ക്രിസ്തുവിൻ്റെ ബലിപീഠ കേന്ദ്രീകൃതമായി വളരുകയും വളർത്തപ്പെടുകയും ചെയ്യേണ്ട ഒരു സമൂഹമാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവല്ലേ തിരുവചനം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. കുടുംബം സ്ഥാപിക്കുന്നു, കുടുംബത്ത് പിറക്കുന്നു, കൂട്ടായ്മയിൽ കുർബാന സ്ഥാപിക്കുന്നു, കുർബാനയിൽ പങ്കെടുത്ത് കുടുംബത്തും കൂട്ടായ്മയിലും സാക്ഷ്യമായി ജീവിക്കുവാൻ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ കുടുംബം കുടുംബത്ത് പിറക്കുന്നു, കൂട്ടായ്മയിൽ കുർബാന സ്ഥാപിക്കുന്നു,
കുർബാനയിൽ പങ്കെടുത്ത് കുടുംബത്തും കൂട്ടായ്മയിലും സാക്ഷ്യമായി ജീവിക്കുന്നു. നിങ്ങൾ എനിക്ക് സാക്ഷികളാണ്. വചനം നമ്മുടെ മുമ്പോട്ട് വെക്കുന്ന ഈ വലിയ കൽപ്പനയും ഈ വലിയ ആശ്വാസവും അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ എനിക്കും നമുക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ഈ യുക്രിസ്റ്റിലേക്കുള്ള വിളിയുണ്ട് എന്നുള്ള സഭയുടെ പ്രബോധനം ഓർക്കുകയും എല്ലാവരെയും ഈ യുക്രിസ്റ്റിലേക്ക്, ഈ ആരാധനാ സമൂഹത്തിലേക്ക് കൊണ്ടുവരണമേ കർത്താവേ എന്ന് ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ബലിയർപ്പണങ്ങളിലും പങ്കെടുക്കുമ്പോൾ കർത്താവേ, എൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാവരും ഈ ബലിയിലേക്ക്, നിത്യജീവൻ നൽകുന്ന ഈ ബലിയിലേക്ക് എല്ലാവരും കടന്നു വരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുത്തൻ ബലിജീവിതത്തിൻ്റെ ബലി അനുഭവം, ഒരു കുർബാന ജീവിതത്തിൻ്റെ അനുഭവം എനിക്ക് കർത്താവ് തരട്ടെ എന്ന്, നമുക്ക് കർത്താവ് തരട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു.